പീഡലെഡിമ അഥവാ കാലിൽ നീര് വരുന്നൊരവസ്ഥ. തൊടുമ്പോൾ വേദന ഉണ്ടാവും, നന്നായിട്ട് ചുവന്ന് തടിച്ച് നിൽക്കുന്നുണ്ടാവും ഒരു കാല് മാത്രം. അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഇതൊന്ന് തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പീഡലെഡിമ അഥവാ കാലിൽ നീര് വരുന്നൊരവസ്ഥ കേട്ടോ. ഒരുപാട് പേർക്ക് പെട്ടെന്ന് കാലിലൊക്കെ നീര് വരുമ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കയറി നോക്കുന്നുണ്ടാവും ഇതുപോലെ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാലിൽ നീര് വരുന്നത്, എവിടെയൊക്കെ ഏത് റീജിയനിലാണ് നോക്കിയിട്ട് 2 കാലിലും വരുന്നുണ്ടോ അതല്ല ഒരു കാലിലാണോ വരുന്നത്, ഇങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ കാരണങ്ങൾ പറയുക. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളതും നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ പീഡലെഡിമ നിങ്ങൾ മനസ്സിലാക്കുക. കാലിൻ്റെ മുട്ടിൻ്റെ താഴേക്കാണ് യൂഷ്വലി ഈ കാലിൽ നീര് എന്നുള്ള അവസ്ഥ കാണപ്പെടാറുള്ളത്. അത് ചില ആളുകളിൽ കാലിൻ്റെ ആ കാഫ് മസിലിൽ തണങ്കാൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് നീർക്കെട്ട് വരാം. അതല്ലെങ്കിൽ നെരിയാണിക്ക് ചുറ്റുമായിട്ടുള്ള രീതിയിൽ മൊത്തത്തിൽ നെരിയാൻ്റെ താഴേക്ക് അഥവാ നെരിയാൻ്റെ കുറച്ച് മുകളിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നീർക്കെട്ട് വരും. അതെന്നെ നെക്കിയാൽ ഇങ്ങനെ കുഴിയാകുന്ന നീരുണ്ട്, കുഴിയാകാത്ത നീര്, ഇങ്ങനെയൊക്കെ നീരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ വരുമ്പോൾ നമ്മളാകെ ബേജാറായി പോകും, എന്താ അത് കാൽമേൽ നീര് എന്നൊക്കെ പറഞ്ഞിട്ട്. പല വിഷയങ്ങളിലും പല കേസിലും അത് പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. എന്നാൽ ചിലത് ഒരുവിധം സംഭവങ്ങളൊക്കെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ആയിട്ടുള്ള ഇവാലുവേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഇതൊന്ന് തിരിക്കാം. ഒരു കാലിൽ മാത്രം നീര് വരുന്ന അവസ്ഥ, 2 കാലിലും കൂടെ നീര് വരുന്ന അവസ്ഥ. ആദ്യം നമുക്ക് ഒരു കാലിൽ മാത്രം നീര് വരുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു കാലിൽ മാത്രം നീര് വരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ട് നമ്മൾ മെഡിക്കലി എമർജൻസി എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതിന് സിമ്പിളാണ്. ഒരു കാലിൽ മാത്രമായിരിക്കും നീര്, പ്രത്യേകിച്ചും നമ്മുടെ ആ മസിലുകൾ ഉണ്ടല്ലോ, കാലിൻ്റെ തണങ്കാൽ എന്ന് പറഞ്ഞാൽ കാഫ് മസിൽ, ആ കാഫ് മസിൽ നന്നായിട്ട് വീർത്ത് നീര് വന്ന് വീർത്ത് തൊടുമ്പോഴൊക്കെ നല്ലതായിട്ട് അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാവും. ഒരുപാട് നേരം ഇരുന്നതിന് ശേഷമൊക്കെ വരിക. പ്രത്യേകിച്ച് ഈ ലോങ് ഫ്ലൈറ്റ് യാത്രകൾ ഉണ്ടാവുമല്ലോ, അതിലാണ് അധികം സംഭവിക്കാറുള്ളത്. ഫ്ലൈറ്റിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, അതല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിന് ശേഷം എന്ത് വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. അതന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് കേട്ടോ. DVT എന്ന് പറഞ്ഞത് അത് പിന്നെ നിൽക്കുമ്പോൾ തൊടുമ്പോൾ വേദന ഉണ്ടാവും, നന്നായിട്ട് ചുവന്ന് തടിച്ച് നിൽക്കുന്നുണ്ടാവും ഒരു കാല് മാത്രം. പിന്നെ ഒരു കാലിൽ പ്രശ്നങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇഞ്ചുറികളെ കൊണ്ടാണ് സാധാരണ വരാനുള്ളത്. ഒന്ന് മടക്കി ചവിട്ടുക, നമ്മൾ ഉളുക്കുക എന്ന് പറയും, സ്പ്രെയിൻ ആയിട്ടുണ്ടാവും. അത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇടിച്ചതിന് ശേഷമൊക്കെ ഒരു കാലിൽ പ്രശ്നം വരുള്ളൂ. അത് അത്ര ലൈഫ് ത്രെട്ടനിങ് അല്ല, എന്ന് വെച്ചാൽ ജീവന് അത്ര ഹാനികരമായിട്ടുള്ള വിഷയങ്ങളല്ല ഈ DVT വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ലോക്കലായിരിക്കും, അവിടെ തന്നെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ ഒരു കാലിൽ വരുന്നത്. എന്നാൽ നിങ്ങൾ 2 കാലിലാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതാണ് നമ്മൾ ഒന്നും കൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. ഭയങ്കര പ്രശ്നങ്ങളൊന്നുമല്ല കേട്ടോ. ഒരുവിധ ആൾക്കാരിലൊക്കെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു തരട്ടെ, ഈ 2 കാലിലും നിങ്ങൾക്ക് നീരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കുക, നിങ്ങൾ പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ നോക്കുക. അതിലധികം അംലോഡിപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് അതിലുണ്ടെങ്കിൽ ആ അംലോഡിപ്പിനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ കാലിൽ നീര് പോവും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ ഈ പെട്ടെന്ന് കാലിൽ വന്ന് പേടിച്ച് വരുമ്പോൾ നിങ്ങൾ പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറയും ഇപ്പോൾ കുറച്ചായിട്ട് പ്രഷറിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിന് ശേഷം അത് തുടങ്ങിയെന്ന് പറയുമ്പോൾ അപ്പോൾ നെക്സ്റ്റ് ചോദിക്കൽ അത് അംലോഡിപ്പിനാണോ എന്നുള്ളത് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അതന്നെയാണ് അതിൻ്റെ കാരണം. അത് നിർത്തുമ്പോൾ നല്ല കുറഞ്ഞു പോവുകയും ചെയ്യും. നിർത്തുക എന്നല്ല, അത് അലോപ്പതി ഡോക്ടറെ കണ്ടതിൻ്റെ ശേഷം അവരെ കൊണ്ട് എന്ത് ചെയ്യണം, വേറെ മെഡിസിനിലേക്ക് ഡോക്ടേഴ്സ് മാറ്റിത്തരും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഡോക്ടേഴ്സാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിർത്തുക എന്നല്ല, അത് ചേഞ്ച് ചെയ്യാനുള്ള രീതിയിൽ ഡോക്ടറോട് പറയാം. അപ്പോൾ ആ നീര് പോകും എന്നുള്ളതാണ്. അതാണ് ഈ ഫസ്റ്റ് രീതിയിൽ കോമൺ ആയിട്ട് കാണപ്പെടാറുള്ളത്. പിന്നെ ഈ കാലിൽ നീര് വരുന്നതിനോട് കൂടെ നിങ്ങൾക്ക് കണ്ണിൻ്റെ താഴെ നീര് വരുന്നുണ്ട്, പുറം ഭാഗത്ത് വേദനയുണ്ട്, അതുപോലെ മൂത്രത്തിൽ നല്ല പതയൊക്കെ ഉണ്ടെങ്കിൽ, മൂത്രത്തിൽ പതയുണ്ട്, മൂത്രത്തിൻ്റെ അളവ് കുറയൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണ് അത് വരിക കേട്ടോ. കിഡ്നിയിലൂടെ ഒരുപാട് പ്രോട്ടീൻ പോകുന്നതുകൊണ്ട് ആ പ്രോട്ടീൻ അളവ് കുറയുമ്പോൾ നമ്മളെ ബ്ലഡിലുള്ള വെള്ളം ഓസ്മോട്ടിക് ബാലൻസ് പ്രശ്നങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഈ നീര് വരുന്നത് കേട്ടോ.
അപ്പോൾ അതെന്ത് ചെയ്യണം നമ്മൾ ഒന്ന് ചികിത്സ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയതാണ് UACR എന്ന് പറഞ്ഞ ടെസ്റ്റ്, യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്നുള്ള ടെസ്റ്റാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോട്ടീൻ പോകുന്നുണ്ടോ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഈ ടെസ്റ്റിലാണ് കാണാൻ പറ്റുക. കാരണം നമ്മൾ ക്രിയാറ്റിനാണ് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പോയി ടെസ്റ്റ് ചെയ്യുക അല്ലേ. പക്ഷേ ക്രിയാറ്റിനും കൂടി വരാനൊക്കെ കിഡ്നി നന്നായിട്ട് ഡാമേജ് ആയതിൻ്റെ ശേഷം ക്രിയാറ്റിനൊക്കെ കൂടി കാണിക്കുള്ളൂ. പക്ഷെ നമുക്ക് ആ കിഡ്നീൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൽ അതിന് പ്രശ്നം വന്ന് തുടങ്ങുമ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റിയ സാധനമാണ് UACR എന്ന് പറഞ്ഞ ഈ ടെസ്റ്റ്. 400-450 രൂപയ്ക്കാണ് അതിൻ്റെ ആ ഒരു ടെസ്റ്റിൻ്റെ റേറ്റ് വരുന്നത്. അത് ഏകദേശം എല്ലാ ക്ലിനിക്കിലും ഉണ്ട്, ലാബുകളിലും ഉണ്ടാവും. അത് നമ്മൾ മൂത്രത്തിലാണ് ടെസ്റ്റ് ചെയ്യുക, മൂത്രം കൊടുക്കുക, ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ വാല്യൂ 30നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് പ്രോട്ടീന് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ 30നേക്ക് കുറച്ചങ്ങോട്ട് കൂടിയെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേയൊക്കെ നമുക്ക് മെഡിസിൻ കഴിക്കാതെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ ആൽബുമിനൂറിയ, ഈ പ്രോട്ടീൻ പോകുന്നത് ഒരു പരിധി കഴിയുമ്പോഴേ അത് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ് മെഡിസിൻ എപ്പോൾ കഴിക്കണം, ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതിയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു ടൈപ്പ് കാലിൽ നീര് വരുന്നത്, രണ്ടാമത്തെ ടൈപ്പ്. ഇനി മൂന്നാമതൊന്നുണ്ട്, കാലിൽ നീര് വരുന്നതിനോട് കൂടെ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, കിതപ്പുണ്ട്, കിടക്കുമ്പോഴാണ് ഇത് കൂടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് കാലിൽ നീര് വരുന്നതാവാം കേട്ടോ, പ്രത്യേകിച്ചും വയസ്സൊക്കെ ആയ ആളുകളിൽ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ചെറുതായിട്ടൊന്ന് ഇളകുമ്പോഴേക്ക് ഇതുണ്ട് കിതക്കുക, ഹാർട്ട് ഇങ്ങോട്ട് ബീറ്റ് കൂടുക, ഒരു പൾസിനൊന്നും സ്ട്രെങ്ത് ഇല്ലാതാവുക, ഇങ്ങനെ എന്ത് ചെയ്യുക ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുമ്പോഴാണ് നോർമലി ഇങ്ങനെ കാണാറുള്ളത്. അപ്പോൾ ഒരു എക്കോ ചെയ്യേണ്ടി വരും, പോയിട്ട് കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഈ കാലിൻ്റെ നീരോട് കൂടെ നിങ്ങൾക്ക് വയറ് വീർക്കുന്നുണ്ട്, അതുപോലെ വയറിൻ്റെ ഈ വലതുവശത്ത് മുകളിലേക്കായിട്ട് ഇവിടെ ഇങ്ങനെ നല്ല വേദനയും കാര്യങ്ങളുണ്ട്, ഫാറ്റി ലിവറോ ഒക്കെ ആയിട്ട് ഗ്രേഡ് 2, 3 ഒക്കെ നിങ്ങൾ മുന്നേ ഡയഗ്നോസ്ഡ് ആണ്. USG എടുത്തപ്പോൾ ഫാറ്റി ലിവർ നല്ല രീതിയിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് കാലിൽ നീരൊക്കെ വന്ന് തുടങ്ങുന്നത്, വയറിൻ്റെ അകത്ത് നീര് വന്നിട്ട് ഇങ്ങനെ വയറ് വീർക്കുന്നുണ്ട് എന്നൊക്കെയാണെങ്കിൽ, അതേപോലെ തന്നെ കാല് നന്നായിട്ട് തടിച്ച് വീർക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സസ്പെക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഒന്ന് സംശയിക്കേണ്ടത് ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൈബ്രോ സ്കാൻ, USG, SGPT ടെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ബ്ലഡിലെ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ തീരുമാനിക്കുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ. ഇത് ചികിത്സിച്ച് മാറ്റേണ്ട വിഷയമാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലും ഇത് വരാറുണ്ട്. പിന്നെ തൈറോയ്ഡ് പ്രശ്നമുള്ള ആളുകളിൽ ഒരുപാട് നേരം ഇരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ കാലിലൊക്കെ നീര് വരും. ഇരിക്കണം എന്നില്ല, ചിലപ്പോൾ ഇരിക്കാതെ തന്നെ കാലിൽ നീര് വരും. അപ്പോൾ ആ തൈറോയിഡിൻ്റെ മെഡിസിൻ നിങ്ങൾ കഴിക്കുന്ന തൈറോക്സിൻ ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ ഡോസ് കൂട്ടാനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ പോയിട്ട് കാണുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ, കാലിലേക്ക് നീര് വരുന്നതിന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാലിലേക്ക് നീര് വരുമ്പോൾ അവിടെ ബ്ലഡ് തങ്ങി നിന്നിട്ടാണ് ഈ നീര് എന്ത് ചെയ്യാറുള്ളത്, കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ തങ്ങി നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നീര് ഇനിയും ഉണ്ടാകുന്നത് തടയാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ കിടക്കുമ്പോൾ, എല്ലാവർക്കും അറിയുന്നതാണ്, കിടക്കുമ്പോൾ കാല് മുകളിലേക്ക് പൊക്കി വെക്കുക, ഒരു തലയണിൻ്റെ മുകളിലായിട്ട് വെക്കുക. അതുപോലെ നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഇങ്ങനെ കാല് കറക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പോൾ കാണുന്നില്ലേ, ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മസിലുകൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, മുകളിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യും. നമുക്ക് താഴേക്ക് പോയ ബ്ലഡിനെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള മസിലുകളാണ് ഈ സോളിയസ് മസിൽ എന്നൊക്കെ പറയുന്ന കാഫ് മസിലിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ശരീരത്തിലെ രണ്ടാമത്തെ ഹാർട്ട് എന്ന് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് മുകളിലേക്ക് കയറി വരും ബ്ലഡ്. അപ്പോൾ അവിടെ തങ്ങി നിൽക്കാത്തതുകൊണ്ട് കുറേ നേരം നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി യാത്രയൊക്കെ ചെയ്യുമ്പോഴും തന്നെ കുറേ നേരം ഇരിക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെ കാലെന്ത് ചെയ്യുക, കറക്കിക്കൊണ്ടിരിക്കുക. ഇനി രാവിലെയും രാത്രിയും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസും കൂടി ഞാൻ പറഞ്ഞുതരാം ഇതിന് വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ, നമ്മുടെ വീട്ടിൻ്റെ കോണിപ്പടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ട് സൈഡിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മളെ തള്ളവിരലും വിരലിൻ്റെ ഭാഗവും കുറച്ച് ഭാഗവും മാത്രം സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് ഇങ്ങനെ പൊന്തുക, കാലിങ്ങനെ പൊന്തുക, ഇതുപോലെ കാണിക്കുന്ന പോലെ. അങ്ങനെ പൊക്കുമ്പോൾ ഈ മസിലുകൾ നല്ല സ്ട്രോങ് ആവും, നമ്മൾ ബ്ലഡ് അവിടെ പൂൾ ചെയ്യാതെ ശ്രദ്ധിക്കുകയും മുകളിലേക്ക് നല്ല രീതിയിൽ ബ്ലഡിന് പമ്പ് ചെയ്തെത്തിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാലിൽ നീര് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതും നോക്കേണ്ടതും ഒക്കെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടത് എല്ലാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇൻഷാ അല്ലാ ഇതുപോലുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസും നല്ല ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാ ഒരു പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, ചീഫ് മെഡിക്കൽ ഓഫീസർ മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം.